ഉസ്താദെ, വളരെയധികം നന്ദി, വളരെയധികം ഉപകാരം. ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. ഈ നന്ദി ഞാൻ എങ്ങനെ പറഞ്ഞു തീർക്കണമെന്ന് എനിക്കറിയത്തില്ല. മനസ്സിന് ഒരുപാട് സന്തോഷവും കുളിർമയും. അവൾ വിളിച്ചു, സന്തോഷത്തോടെ സംസാരിച്ചു. എൻ്റെ പെങ്ങളെ എൻ്റെ മമ്മിയുടെ മൊബൈലിലോട്ട്, എൻ്റെ മമ്മി ഇവിടെ ഇല്ലായിരുന്നു, മമ്മിയും പപ്പായുടെ പെങ്ങളെ വീട്ടിലോട്ട് പോയേക്കുമായിരുന്നു, പെങ്ങളെ കെട്ടിച്ചെടുത്തോട്ട്. അപ്പം ഞാനിവിടെ വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ വെയിറ്റിങ്ങിലായിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ പെങ്ങൾ വിളിച്ചു പറഞ്ഞു, 1.5 മണിക്കൂറോളം പെങ്ങളോട് സംസാരിച്ചെന്ന് പറഞ്ഞു. പെങ്ങളെ മമ്മിയായിട്ടൊക്കെ ഭയങ്കര സ്നേഹത്തിലായിരുന്നു. അപ്പോൾ അവൾ വന്നിട്ട് എല്ലാവരെയും കൊണ്ട് തുണി എടുക്കണം, അതെടുക്കണം, കൊച്ചുങ്ങൾക്ക് അതെടുക്കണം, ഇതെടുക്കണം, അങ്ങനെ ആ പെങ്ങളോട് ഇങ്ങോട്ട് വരണം, വീട്ടിലോട്ട് വരണം, ഞാൻ വരുന്ന ദിവസം വരണം എന്നൊക്കെ പറഞ്ഞു സ്നേഹത്തോടെ. അപ്പോൾ 6-ാം തീയതി അവൾക്ക് സാലറി കിട്ടി, സാലറി മേടിച്ചുകൊണ്ട് അവൾ വരാനായിട്ടാണ്. അപ്പോൾ 6-ാം തീയതി വരെ അവൾ നിൽക്കുന്നുള്ളൂ, ഇനി പോരാനായിട്ടാണ്. പിന്നെ അതിനോടകം എന്നെ വിളിച്ചു. പിന്നെ ഇടയ്ക്ക് എൻ്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ആയി പോയി. പിന്നെ ഇപ്പം എന്നെ വിളിച്ച് സ്നേഹത്തോടെ സംസാരിച്ചു. എന്തുകൊണ്ടെന്നൊക്കെ ചോദിച്ചു, എന്തുകൊണ്ട് വിശേഷം എന്തുകൊണ്ടെന്നൊക്കെ ചോദിച്ചു. പിന്നെ വീട്ടുകാര്യങ്ങളും അത് ഇതൊക്കെ സംസാരിച്ചു. ഞാൻ വരട്ടെ എല്ലാ. പിന്നെ എൻ്റെ മമ്മി ഞാൻ വന്നിട്ട് ജോലിക്ക് പോയാൽ മതി, അവൾ വന്നിട്ട് ജോലിക്ക് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒത്തിരി മനംമാറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്നേഹത്തോടെ സംസാരിക്കുന്നുണ്ട്, മനസ്സ് മാറി വരുന്നുണ്ട്. ഉസ്താദ് ചെയ്തു തന്നതിന് വളരെയധികം ഉപകാരമുണ്ട്, ഒത്തിരി നന്ദിയുണ്ട്. ഈ നന്ദി ഞാൻ മരിച്ചാലും മറക്കത്തില്ല, മരിച്ചാലും ഞാൻ മറക്കത്തില്ല. ഉസ്താദെ, എല്ലാം ഒന്ന് ക്ലിയർ ആവട്ടെ, എല്ലാം ഒന്ന് ക്ലിയർ ആയിട്ട് ഞാൻ ബാക്കി തരാനുള്ള തുക തരാം കേട്ടോ. ഇപ്പം ഞാൻ കുറച്ച് പ്രയാസത്തില്ല, ബുദ്ധിമുട്ടില്ല. ഞാൻ എൻ്റെ മനസ്സിൽ കാരണം എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരു ഉപകാരം ചെയ്താൽ, ഒരു മുട്ടായിക്ക് ഉപകാരം അവരിൽ നിന്നുണ്ടായിട്ടുള്ളെങ്കിൽ ഞാൻ അത് മരിക്കോളം ഞാൻ മറക്കത്തില്ല. എനിക്ക് ഉപകാരപ്പെട്ടവരെ ഒരിക്കലും ഞാൻ മറക്കത്തില്ല. എനിക്ക് നന്മയും എന്നിൽ ഉപകാരം ചെയ്തവരെ ഞാൻ ഒരിക്കലും മറക്കത്തില്ല. പ്രത്യേകിച്ച് ഉസ്താദ് എനിക്ക് വലിയൊരു കാര്യമാണ് ചെയ്തു തന്നെ. ഉസ്താദിനെ വന്ന് കണ്ടു, ചെയ്യാനുള്ളതൊക്കെ ചെയ്തു, ഇവിടെ ചെയ്യാനുള്ളത് ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ വലിയൊരു ഒരിക്കലും ഞാൻ മറക്കത്തില്ല. അത് ഒരു കടപ്പാട് ഞാൻ ഒരിക്കലും മറക്കത്തില്ല. ഉസ്താദ് പ്രാർത്ഥിക്കുമ്പോൾ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുക. ആ ഒരു ഉപകാരം ഇവിടെ ചെയ്യുക. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കാര്യങ്ങളും വിഷയങ്ങളും വെച്ചൊന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ ഒന്നുകൂടെ കാര്യങ്ങൾ എളുപ്പം ഭംഗിയാവും. ഇതിലൊക്കെ ആദ്യം നന്ദി പറയേണ്ടത് സർവശക്തനായ എൻ്റെ ദൈവം തമ്പുരാനോടാണ്. ദൈവം അറിയാതെ ഒന്നും നടക്കുന്നില്ലല്ലോ ലോകത്ത്. ദൈവം കൂട്ടു നിൽക്കാതെ ആരിലും ഒന്നും നടക്കുന്നില്ലല്ലോ. ദൈവത്തിൻ്റെതായിട്ടുള്ളൊരു കൂട്ട് ഇല്ലാതെ ആർക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ദൈവം തമ്പുരാൻ ആദ്യം സർവശക്തനായ ദൈവത്തിന് 1000 നന്ദി, ഒരു കോടാനുകോടി നന്ദി. പിന്നെ ഉസ്താദിനും. ഉസ്താദിൻ്റെ പാദങ്ങളിൽ ഞാൻ നമസ്കരിക്കും. ഉസ്താദുമാന് ഞാൻ എന്നും കടപ്പെട്ടു. എന്നും ഞാൻ ഉസ്താദിന് കടപ്പെട്ട. എൻ്റെ ഉസ്താദ് കോടി കോടി നന്ദി, കോടി കോടി നന്ദി.